പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വെള്ളായിയപ്പൻ കഥാപാത്രമാകുന്ന മലയാള കൃതി ഏത്? എം മുകുന്ദന്റെ പ്ലാസ്റ്റിക് എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് കിട്ടുണ്ണി എന്നാണ്. പ്രഭ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന വ്യക്തി ആരാണ്? ബഷീറാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ കഴിഞ്ഞു. അതിലെ മലയാള ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം ചോദ്യങ്ങളും തന്നെ നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ക്ലാസ്സിലെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10ൽ എത്ര കിട്ടി എന്ന കാര്യം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലല്ല, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനല്ല. പിന്നെയോ തിരുവനന്തപുരത്ത് നടന്ന LDC പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും അനുബന്ധ വസ്തുതകൾ ഇനി അടുത്ത പരീക്ഷ നടക്കാനിരിക്കുന്ന ജില്ലകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞവർക്കും എഴുതാനിരിക്കുന്നവർക്കും ഇന്നത്തെ ക്ലാസ്, ഈ ഒരു സെഷൻ തീർച്ചയായും പ്രയോജനപ്പെടും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളത്തിലെ 10 ചോദ്യങ്ങൾ കൂടാതെ കലാസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു 4-5 ചോദ്യങ്ങളും കൂടി നമ്മുടെ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിൽ 52ാമത്തെ ചോദ്യം ഇതായിരുന്നു: അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചെമ്മീൻ, ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിന്റെ ഇതിഹാസം. ഇതിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? പലയാവർത്തി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രം രവി ആണെങ്കിലും പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ചോദ്യം അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നാണ്. ഇന്ന് നമ്മൾ പലയാവർത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ശരിയായ ഉത്തരം ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ് അല്ലെ. രവി, മൈമുന, അള്ളാപ്പിച്ച മുല്ലാക്ക, നൈസാമലി തുടങ്ങിയവർ കഥാപാത്രമാകുന്ന മലയാള നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയൻ എഴുതിയ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രേക്ഷക അല്ലെങ്കിൽ പണ്ഡിത നിരൂപണം ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ കഥാപാത്രം അപ്പുക്കിളിയാണ്. അപ്പൊ ശരിയായ ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ചെമ്മീൻ എന്ന നോവലിലേക്ക് കടക്കുമ്പോൾ സിനിമയെ നമുക്കറിയാം അല്ലെ. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ആദ്യമായി നേടിയ ചലച്ചിത്രമാണ് ചെമ്മീൻ എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. മലയാള ചലച്ചിത്രം കേട്ടോ, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രം ചെമ്മീനാണ്. അതിനു മുമ്പ് മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് രാഷ്ട്രപതിയുടെ വെള്ളി മെഡലാണ് നീലക്കുയിൽ എന്ന ചിത്രത്തിന്. ചെമ്മീൻ എന്ന നോവലിലേക്ക് വരുമ്പോഴോ തകഴി ശിവശങ്കര പിള്ളയാണ് രചിച്ചത്. സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പരീക്കുട്ടി അല്ലെ, അതുപോലെ കറുത്തമ്മ, പളനി, ചെമ്പൻ കുഞ്ഞ് എന്നിവരാണ് ചെമ്മീൻ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചെമ്മീൻ എന്ന നോവൽ എഴുതിയതാരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? ചെമ്മീൻ തന്നെയാണ്. ഓക്കെ, കിട്ടിയല്ലോ. പിന്നെ 2 ഓപ്ഷൻ ഉള്ളത് ധർമ്മപുരാണവും ഗുരുസാഗരവുമാണ്. ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിന്റെ ഇതിഹാസം ഇതൊക്കെ എഴുതിയത് ആരാണ്? OV വിജയനാണ് കേട്ടോ. ഇതൊക്കെ എഴുതിയത് OV വിജയനാണ്. അപ്പോ നമുക്കിനി ധർമ്മപുരാണത്തിലേക്ക് വന്നാലോ. ധർമ്മപുരാണം ഗുരുപ്രതീകമായ സിദ്ധാർത്ഥൻ, അതായത് നമ്മുടെ ബുദ്ധനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ. ഗുരുപ്രതീകമായ സിദ്ധാർത്ഥൻ കപിലവസ്തു വിട്ട് അതിർത്തി കടന്ന രാത്രിയിൽ സ്ഥലരാശിയുടെ ഇരുൾപരപ്പുകളിൽ എവിടെയോ അസാധാരണമായ നക്ഷത്രങ്ങൾ ഉദിച്ച് ധർമ്മപുരിയുടെ ആകാശങ്ങളിലേക്ക് പ്രയാണം തുടങ്ങുന്നത് വിവരിച്ചുകൊണ്ടാണ് ധർമ്മപുരാണം എന്ന നോവൽ ആരംഭിക്കുന്നത്. ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് കൂടി കാരണമായിട്ടുണ്ട്. നോവലിലെ കഥയുടെ സ്ഥലകാല പശ്ചാത്തലങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധർമ്മപുരാണം 1975-77 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ട ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കഥയാണെന്നും അതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണകൂടമാണെന്നുള്ള ധാരണയെ നോവലിസ്റ്റ് അതിനെഴുതിയ ആമുഖത്തിൽ
തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഇന്ത്യയുടെ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ധർമ്മപുരാണം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. പക്ഷെ അതിന്റെ ആമുഖത്തിൽ തന്നെ അങ്ങനെയല്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? OV വിജയൻ പറഞ്ഞിട്ടുണ്ട്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് നടത്തിയ തിരുത്തി എഴുത്തലുകൾക്ക് പുറമെ കാലികമായ അടയാളങ്ങൾ കഴിവതും എടുത്തു കളയാനായി 4ാം പതിപ്പിൽ വീണ്ടും നോവൽ തിരുത്തി എഴുതപ്പെട്ടു. എന്നാൽ മേലെഴുത്തുകൾക്കിടയിൽ മൂലകഥ മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നതിനാൽ സമകാലീന രാഷ്ട്രീയത്തിന്റെ അന്യാപദേശത്തെ കാലാതീതമായ ഒരു കഥയാക്കി മാറ്റാനുള്ള ശ്രമം ധർമ്മപുരാണത്തെ ഒരൊറ്റ നോവൽ എന്നതിനു പകരം അനേകം നോവലുകൾ എന്ന രൂപത്തിലാക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നിരൂപകനായ VC ശ്രീജൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു നോവൽ അല്ലെ, ധർമ്മപുരാണം കൂടാതെ ഏതും ഉണ്ടായിരുന്നു ഓപ്ഷനിലെ? ഗുരുസാഗരവും ഉണ്ടായിരുന്നു. ഗുരുസാഗരത്തിലേക്ക് വന്നാൽ രചിച്ചത് OV വിജയൻ തന്നെയാണ് എന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, എന്താണ്? കരുണാകര ഗുരുവിന്റെ ജീവിത പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട മലയാള നോവൽ ഏത്? മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം എന്താണ്? ഗുരുസാഗരമാണ് കേട്ടോ. ഏത് ഗുരുവിനെയാണ് നമുക്ക് ഇവിടെ കാണാനാകുക? ശ്രീനാരായണ ഗുരു അല്ല കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പശ്ചാത്തലമാക്കിക്കൊണ്ട് K സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. അതുപോലെ പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് നാരായണം. ഇത് ഗുരുസാഗരം എന്ന നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കരുണാകര ഗുരുവിന്റെ ജീവിതവും ജീവിത പശ്ചാത്തലവുമാണ്. നോക്കിക്കേ, OV വിജയൻ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ കരുണാകര ഗുരുവിനെ പരിചയപ്പെട്ട് ശിഷ്യപ്പെട്ട ശേഷം രചിച്ച പുസ്തകമാണ് ഗുരുസാഗരം. കരുണാകര ഗുരുവിനായി പുസ്തകം സമർപ്പിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഭാഷ നിരാശയുടെയും ധർമ്മപുരാണത്തിന്റെ ഭാഷ തിളയ്ക്കുന്ന ക്ഷോഭത്തിൻ്റെതുമാണെങ്കിൽ ഗുരുസാഗരത്തിന്റെ ഭാഷ ശാന്തതയുടേതാണ്. അവസാന കാലത്ത് OV വിജയന്റെ മനസ്സിന് കൈവന്ന ശാന്തത ഈ പുസ്തകത്തിലും തുടർന്ന് പ്രസിദ്ധീകരിച്ച ചെറുകഥകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ കൃതികർത്താവ് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. വേലായുധൻ എന്ന കഥാപാത്രം MTയുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന നോവലിലെ കഥാപാത്രമാണ്. M മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാണ് അൽഫോൺസ്. ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ 2ാം ഭാഗം കൂടിയാണ്. M മുകുന്ദന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ കൂടിയാണ് ദൈവത്തിന്റെ വികൃതികൾ. കുഞ്ഞേനാച്ചൻ അല്ലെ, അരനാഴിക നേരം എന്ന നോവലിലെ കഥാപാത്രമാണ്. പാറപ്പുറത്ത് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തുന്ന KE മത്തായി രചിച്ച നോവലാണ് അരനാഴിക നേരം. കുമാരനാശാന്റെ കവിതയായ നളിനിയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ദിവാകരനും നളിനിയുമാണ്. അതുപോലെ ലീല എന്ന കവിതയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മദനൻ എന്നാണ്. മദനൻ തന്നെയാണ് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിയിലെയും പ്രധാന കഥാപാത്രം. ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് PK ശവദേവാണ്. പപ്പുവും റിക്ഷാക്കാരനായ പപ്പുവും ലക്ഷ്മിയുമാണ് ഓടയിൽ നിന്നെന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. MT വാസുദേവൻ നായരുടെ നാലുകെട്ട്, അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നാലുകെട്ട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ അപ്പുണ്ണിയും കോന്തുണ്ണി നായരുമാണ്. അതുപോലെ മഹാഭാരത പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ 2 ഉണ്ട്. 2-ാം ഊഴവും ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലും. അതിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് PK ബാലകൃഷ്ണനാണ്. കർണനും പാഞ്ചാലിയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മഹാഭാരത പശ്ചാത്തലത്തിൽ MT രചിച്ച നോവലാണ് ഏത്? 2-ാം ഊഴം. ഭീമനാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ഈ 2 നോവലിനും എന്ത് കിട്ടിയിട്ടുണ്ട്? വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലാണ് KR മീരയുടെ ആരാച്ചാർ അല്ലെ. ചേതനാഘൃത മല്ലിക്, അതുപോലെ സഞ്ജീവ് കുമാർ മിത്ര എന്നിവർ കഥാപാത്രങ്ങളാകുന്ന നോവലാണ് KR മീരയുടെ ആരാച്ചാർ.
KR മീരയ്ക്ക് ഏത് പുരസ്കാരം കിട്ടിയത് ഏത് നോവലിനാണെന്ന് ചോദിച്ചാലും ഇപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ഇതൊക്കെ തന്നെയും KR മീരയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ആരാച്ചാർ എന്ന നോവലിനാണ്. കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മായൻ കഥാപാത്രമാകുന്ന മലയാള നോവൽ ഏത് എന്ന്. ഉത്തരം ഏതാണ്? ഉറൂബിന്റെ ഉമ്മാച്ചു ആണ്. PC കുട്ടിക്കൃഷ്ണൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഉറൂബ് എന്ന തൂലികാ നാമത്തിലാണ് സാഹിത്യരചന നടത്തുന്നത്. അതുപോലെ MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് കാലം. അതിൽ സേതുവും സുമിത്രയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വെള്ളായിയപ്പൻ കഥാപാത്രമാകുന്ന മലയാള കൃതി ഏത്? അത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് പഠിക്കാനുള്ള പാഠഭാഗം കൂടിയാണ്. കടൽ തീരത്ത് എന്ന ചെറുകഥ രചിച്ചത് OV വിജയൻ തന്നെയാണ്. വെള്ളായിയപ്പനും കണ്ടുണ്ണിയുമാണ് കടൽ തീരത്ത് എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്, മറക്കരുത്. മറ്റൊരു ചോദ്യം കുറച്ച് കഥാപാത്രങ്ങളെ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈത്തിപ്പട്ടര് O ചന്തുമേനോന്റെ ശാരദയിലെ കഥാപാത്രമാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. സാവിത്രിയാണ് അതിലെ പ്രധാന കഥാപാത്രം. ബഷീറിന്റെ പൂവമ്പഴത്തിൽ സൈനബ പ്രധാന കഥാപാത്രമാകുന്നു. MT രചിച്ച ബോധധാര നോവലായ മഞ്ഞിലെ പ്രധാന കഥാപാത്രങ്ങൾ വിമല, അമർസിംഗ്, ബുദ്ധു എന്നിവരാണ്. നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ പരീക്ഷയിലെ ചോദ്യത്തില് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളായിരുന്നു അപ്പുക്കിളിയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അള്ളാപ്പിച്ച മുല്ലാക്ക, രവി, മൈമുന തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിൽ കോരനും ചിരുതയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്നറിയപ്പെടുന്ന O ചന്തുമേനോന്റെ ഇന്ദുലേഖയിൽ മാധവൻ, ചിന്നൻ, പഞ്ചുമേനോൻ, ഇന്ദുലേഖ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന നോവലിൽ ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും പ്രധാന കഥാപാത്രങ്ങളാകുന്നു. CV രാമൻ പിള്ളയുടെ ധർമ്മരാജയിൽ ചന്ദ്രക്കാരനാണ് പ്രധാന കഥാപാത്രമെങ്കിൽ കോടന്തയാശാൻ കഥാപാത്രമാകുന്ന CV നോവലാണ് രാമരാജ ബഹദൂർ. മുകുന്ദന്റെ പ്ലാസ്റ്റിക് എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് കിട്ടുണ്ണി എന്നാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ സ്മാരകശിലകൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ആമിന ബീവിയും പട്ടാളം ഇമ്രായിയും. ബഷീറിന്റെ ബാല്യകാല സഖി, ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഏടാണ് ബാല്യകാല സഖി. ഇതിന്റെ വക്കത്ത് ചോര പൊടിഞ്ഞു നിൽപ്പുണ്ട് എന്ന് ആമുഖത്തിൽ MP ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നോവൽ ഏതാണ്? ബാല്യകാല സഖി. മജീദും സുഹ്റയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മറ്റൊരു ചോദ്യം, 53ാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതായിരുന്നു, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മുൻകാല ചോദ്യ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് തവണ നമ്മൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്, ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻ പോലും ഇല്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കും. സർക്കസ് ആണ് ശരിയായ ഉത്തരം. ഇനി ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. കേരള നടനം നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട് നടന കൈരളി എന്ന കൃതി രചിച്ചത് ആരാ? ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ ചോദ്യം വരാം? കേരള നടനം എന്ന കലയുമായി ബന്ധപ്പെട്ട വ്യക്തി ചുവടെ തന്നിട്ടുള്ളവരിൽ ആരാണ് എന്ന് വേണമെങ്കിൽ ചോദ്യം വരാം. ഉത്തരം ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. നടന കൈരളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗുരു ഗോപിനാഥ്. അതുപോലെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഏത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് TK പത്മിനി എന്ന ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഉത്തരം ചിത്രകലയാണ്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരി കൂടിയാണ് TK പത്മിനി. അതുപോലെ കൂടിയാട്ടം എന്ന കലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടിയാട്ടം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട കലാകാരനാണ് ആര്? മാണി മാധവ ചാക്യാര്. നടന കൈരളി എഴുതിയത് ഗുരു ഗോപിനാഥ് ആണെങ്കിൽ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് കൂടിയാട്ടത്തിന്റെ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാൻ പാകത്തില് നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് മാണി മാധവ ചാക്യാരാണ് കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ പാർത്തി സുബ്ബ
ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? യക്ഷഗാനമാണ് കേട്ടോ. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്തി സുബ്ബയാണ്. കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനത്തിന് പ്രചാരമുള്ളത്. അതുപോലെ യക്ഷഗാനത്തിന്റെ മറ്റൊരു പേര് ബയലാട്ടമാണ് കേട്ടോ. ബയലാട്ടം എന്നു പേരുള്ള കലാരൂപം യക്ഷഗാനമാണ്. തട്ടുപൊളിപ്പൻ എന്ന് ചവിട്ട് നാടകത്തെ വിശേഷിപ്പിക്കാറുള്ളത് പോലെ ബയലാട്ടം എന്ന വിശേഷണം യക്ഷഗാനത്തിനുള്ളതാണ്. 54-ാമത്തെ ചോദ്യവും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാര്? എത്രയോ തവണ ക്ലാസ്സിൽ ആവർത്തിച്ചിരിക്കുന്നു. തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ അല്ലെ. അദ്ദേഹത്തിന്റെ അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയെ കുറിച്ച് അല്ലെ ഒരുപാട് തവണ ക്ലാസ്സിൽ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായരാണ്. കേരളത്തിലെ നാടകവേദിക്കും പ്രക്ഷേപണ രംഗത്തും മറക്കാനാകാത്ത സംഭാവന നൽകിയ സർഗാത്മകത്തിന് ഉടമയാണ് പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ. ഈ തിക്കോടിയൻ ഈ പേരിട്ട് കൊടുത്തത് ആരാണെന്നറിയാവോ? പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയനാണ്. സഞ്ജയൻ. MR നായർ അല്ലെങ്കിൽ മാണിക്കോത്ത് രാമുണ്ണി നായർ എന്നതാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഹാസ്യ സാഹിത്യകാരനായ അദ്ദേഹം സഞ്ജയൻ എന്ന തൂലികാ നാമത്തിലാണ് സാഹിത്യരചന നടത്തിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ബഷീർ അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൈനുദ്ദീനുമൊത്ത് ആരംഭിച്ച ഉജ്ജീവനം എന്ന വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിവിടെ പറയാൻ കാരണം പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ള ചോദ്യമാണ്. പ്രഭ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന വ്യക്തി ആരാണ്? ബഷീറാണ്. ഉജ്ജീവനം വാരികയിലെ ബഷീർ വിവാദ ലേഖനങ്ങൾ എഴുതിയിരുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ലേഖനങ്ങൾ എഴുതിയിരുന്നത് പ്രഭ എന്ന തൂലികാ നാമത്തിലാണ്. അതുപോലെ MT വാസുദേവൻ നായർ ഒരു തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നു. K സരള എന്ന പേരിലാണ് കുട്ടികൾക്ക് വേണ്ടി MT അല്ലെ ബാലസാഹിത്യ കൃതികൾ രചിച്ചിരുന്നത്. മാണിക്യക്കല്ല് എന്ന ബാലസാഹിത്യം MT രചിച്ചിരിക്കുന്നത് K സരള എന്ന തൂലികാ നാമത്തിലാണ്. അതുപോലെ കോഴിക്കോടൻ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പുക്കുട്ടൻ നായർ എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പുക്കുട്ടൻ നായരുടെ തൂലികാ നാമം കോഴിക്കോടൻ എന്നാണ്. ചലച്ചിത്ര നിരൂപകനായ അപ്പുക്കുട്ടൻ നായർ കോഴിക്കോടൻ എന്ന തൂലികാ നാമത്തിലാണ് സാഹിത്യരചനയിൽ ഏർപ്പെട്ടിരുന്നത്. അതുപോലെ KK നീലകണ്ഠൻ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിലാണ് KK നീലകണ്ഠൻ രചനകൾ നടത്തിയിരുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ മേഖല? ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ രചനകളിൽ ഏർപ്പെട്ടിരുന്നു. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായിട്ടും KK നീലകണ്ഠനെ പരിഗണിക്കുന്നുണ്ട്. ഓപ്ഷനിൽ കുട്ടിക്കൃഷ്ണമാരാരുണ്ടായിരുന്നു? ഭാരത പര്യടനം എന്ന് പേര് കേൾക്കുമ്പോ മനസ്സിലേക്ക് കടന്നു വരേണ്ട പേര് കുട്ടിക്കൃഷ്ണമാരാർ. യാത്രാവിവരണമല്ല കേട്ടോ. മഹാഭാരതത്തെ നിരൂപിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. 1948 മഹാഭാരതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഭാരത പര്യടനം എഴുതുന്നത്. അമാനുഷികർ എന്ന് കാലമടയാളപ്പെടുത്തിയ ഇതിഹാസ കഥാപാത്രങ്ങളെ മനുഷ്യരുടെ ഗുണങ്ങൾ നൽകി വെറും മനുഷ്യരാക്കി മാറ്റി നിർത്തി അങ്ങനെ തന്നെ വിശകലനം ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരുപക്ഷെ മഹാഭാരതത്തിന് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച നിരൂപണങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന കൃതി കൂടിയാണ് ഭാരത പര്യടനം. ഇതിന് കാരണം ചരിത്രം എന്നത് ഇവിടെ മിത്താണെങ്കിൽ പോലും വിശ്വാസത്തിൻ്റെതായ ആശയങ്ങൾ ഒരു വിഷയം തന്നെയാണ്. ലോകം എന്നത് നന്മയുടെയും തിന്മയുടെയും സങ്കലനമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ഭാരത പര്യടനത്തിലൂടെ. അടുത്ത ചോദ്യം 55-ാമത്തെ ചോദ്യവും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ഭാഗീയമുള്ളോർ ഇതിനെ പഠിച്ചവർ എന്ന് ഏത് കൃതിയിലെ വരികളാണിത്? മാപ്പിള രാമായണം, കണ്ണശ്ശ രാമായണം, മുഹിയുദ്ദീൻ മാല, നൂൽമാല. ഈ വരികൾ ഏത് കൃതിയിലേതാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലെ. +1 ടെക്സ്റ്റ് ബുക്കില് നമുക്ക് ഏത് കൃതി കാണാം? മുഹിയുദ്ദീൻ മാലയുടെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ദേ നോക്കിക്കേ, ഇത് +1 ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഹിയുദ്ദീൻ മാല ആരാണ് രചിച്ചത്?
ഖാസി മുഹമ്മദ് ആണ് കേട്ടോ. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി കൂടിയാണ് മുഹിയുദ്ദീൻ മാല. കോഴിക്കോട് സ്വദേശിയായ ഖാസി മുഹമ്മദിന്റെ രചനയാണിത്. ക്രിസ്തുവർഷം 1077 1165 കാലയളവിൽ ബാഗ്ദാദിൽ ജീവിച്ച ഷൈഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന സൂഫി ശ്രേഷ്ഠന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന ഈ കാവ്യത്തിലെ 2 ഭാഗങ്ങൾ എവിടെ പഠിക്കാനുണ്ട്? നമ്മുടെ +1 മലയാളം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. ദേ നോക്കിക്കേ, നമുക്ക് ആ വരി ഇവിടെ കാണാം. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ പാക്കിയം ഉള്ളോവർ, ഇതിനെ പഠിച്ചോവർ, കണ്ടവർ അറിവാളൻ കാട്ടിത്തരും പോലെ ഖാസി മുഹമ്മദ് അതെന്നു പേരുള്ളോർ, കോഴിക്കോട്ടു തുറ തന്നിൽ പിറന്നോവർ, കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. അല്ലെ, അറബി മലയാളത്തിന്റെ ശക്തമായ സ്വാധീനം നമുക്കിവിടെ കാണാൻ സാധിക്കും. പാക്കിയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭാഗ്യം എന്നാണ്. ബൈത്താക്കി, ബൈത്താക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാവ്യമാക്കി എന്നാണ്. താഴെ അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിനെ പഠിച്ചോവർ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഠിച്ചോവർ എന്ന് പറഞ്ഞാൽ പഠിച്ചവർ എന്ന് തന്നെയാണ് പ്രയോഗത്തിന് അർത്ഥം. അപ്പൊ +1 മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം കൂടിയാണ് മുഹിയുദ്ദീൻ മാലയിലെ ഈ വരികൾ. അല്ലെ, ഇത് ഏത് കൃതിയിലേതാണെന്ന ചോദ്യം ചോദിച്ചിരുന്നു. 56ാമത്തെ ചോദ്യവും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. പലയാവർത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ചോദ്യത്തിൽ ചെറിയൊരു തകരാറുണ്ടായിരുന്നു. എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അത് കഴിഞ്ഞിട്ടൊരു കോമയുണ്ട്. SK പൊറ്റേക്കാട്ടിന്റെ രചനയാണ്. അപ്പൊ ഇത് ചോദ്യം തിരിച്ചായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലെ. SK പൊറ്റേക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത രചന ഏത് എന്നായിരുന്നു അവർ ഉദ്ദേശിച്ച ചോദ്യം. ഇവിടെ ഈ വാക്യശുദ്ധിയിലെ ഘടനാപരമായ തെറ്റിനെ കുറിച്ച് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളതാണ്. അതുപോലെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. സാരമില്ല, നമുക്ക് ഓപ്ഷനുകൾ കാണുമ്പോ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. ഇതെല്ലാം തന്നെ രചിച്ചിട്ടുള്ളത് ആരാണ്? SK പൊറ്റേക്കാട്ടാണ്. അപ്പൊ എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? SK പൊറ്റേക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത രചന ഏത് എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. നമുക്കറിയാം, മലയാള സാഹിത്യത്തിലേക്ക് 2ാമത് ജ്ഞാനപീഠ പുരസ്കാരം കടന്നു വരുന്നത് SK പൊറ്റേക്കാട്ടിലൂടെയാണ്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട് എന്ന SK പൊറ്റേക്കാട്ടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് ജ്ഞാനപീഠ പുരസ്കാരം 1980 ലഭിക്കുന്നത്. ആത്മാംശം ഏറി നിൽക്കുന്ന SKയുടെ നോവൽ എന്ന പ്രസിദ്ധിയും ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ഉണ്ട്. ശ്രീധരനും ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്ററുമാണ് പ്രസ്തുത നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം. നോക്കിക്കേ, ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി ആരാ? G. ശങ്കരക്കുറുപ്പ്. 1965 ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നു. അതുപോലെ 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് SK പൊറ്റേക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 1984 തകഴിക്ക് ലഭിച്ച ജ്ഞാനപീഠം സമഗ്ര സംഭാവനയ്ക്കുള്ളതായിരുന്നു. 95 MTക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 2007 ONV കുറുപ്പിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നു. 2019 അല്ലെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി മലയാളത്തിലെ 10 ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. 91ാമത്തെ ചോദ്യം ഇതായിരുന്നു. അനപത്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നതായിരുന്നു. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ഇവിടെ സന്തതി ഇല്ലാത്തവനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അത് ടൈപ്പ് ചെയ്തപ്പോ കയറി വന്നതാണ്. അപ്പോ അനപത്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. അനപത്യ ദുഃഖം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണ് അതിന്റെ അർത്ഥം? മക്കളില്ലാത്തതിന്റെ സങ്കടം, അതിനെയാണ് അനപത്യ ദുഃഖം എന്ന് പറയുന്നത്. മക്കളില്ലാത്തവരെയാണ് എന്ത് വിളിക്കുന്നത്? അനപത്യൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ എ ആണ്, സന്തതി ഇല്ലാത്തവൻ. അനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഥൻ ഇല്ലാത്തവനാണ് അനാഥൻ. അപ്പൊ എല്ലാരും ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? സനാഥൻ. അനാഥന്റെ വിപരീതമാണ് സനാഥൻ. നാഥനോട് കൂടിയവൻ സനാഥൻ. ബുദ്ധിയില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു ഒറ്റപ്പദമാണ് അസ്തപ്രജ്ഞൻ. അല്ലെ, അസ്തപ്രജ്ഞൻ.
പ്രജ്ഞ അസ്തമിച്ചവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം. അപ്പോ ബുദ്ധിയില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. അതുപോലെ ഏകാന്തത അനുഭവിക്കുന്നവൻ പുല്ലിംഗ പദമാണെങ്കിൽ നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം? ഏകാകി എന്ന വാക്ക് ഉപയോഗിക്കാം. ഇതിന്റെ എതിർലിംഗ പദമാണ് എന്ത്? ഏകാകിനി. ഏകാകി എന്നുള്ളത് പുല്ലിംഗ പദമാണ് കേട്ടോ. ഒടുവിൽ വള്ളി കണ്ടോണ്ട് അത് സ്ത്രീലിംഗ പദമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏകാകി ഏകാന്തത അനുഭവിക്കുന്നവനാണ്, ഏകാകിനിയാണ് ഏകാന്തത അനുഭവിക്കുന്നവൾ. കിട്ടിയല്ലോ. ഇതുപോലെ നമ്മുടെ വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ഒറ്റപ്പദങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ, ഒറ്റപ്പദം എന്താണ്? മുമുക്ഷു ആണ്, മുമുക്ഷു. അതുപോലെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ബുഭുക്ഷു ആണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു അല്ലെങ്കിൽ വിജിഗീഷു ആണ്. രണ്ടും ശരിയായ പ്രയോഗങ്ങളാണ്. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് തിതീർഷു കേട്ടോ, തിതീർഷു. പിന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും എല്ലാവരും തെറ്റിക്കുന്നതുമായ 4 വാക്കുകൾ: പ്രേക്ഷകൻ, പ്രേക്ഷകൻ, പ്രേക്ഷിതൻ, പ്രേക്ഷിതൻ. അല്ലെ? പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്നയാളാണ്, പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവനാണ്, പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്നവനാണ്. ആർക്കാണോ അയക്കുന്നത് അല്ലെ, അവനെയാണ് പ്രേക്ഷിതൻ എന്ന് പറയുന്നത്. പറയുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് വക്താവ് എന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: താഴെ പറയുന്നതിൽ ശരിയായ പദമേത്? ഐക്യമത്യം, വിമ്മിഷ്ടം, സാമ്രാട്ട്, കവയിത്രി. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതാണ്, കവയിത്രി എന്ന വാക്ക് ഒന്നുകിൽ എതിർലിംഗ പദവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടോ തീർച്ചയായും നമ്മുടെ പരീക്ഷയിൽ ചോദിക്കും എന്ന് പലയാവർത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കവയിത്രി അവസാനത്തെ 2 അക്ഷരത്തിന് മാത്രമേ വള്ളിയുള്ളൂ. അതൊക്കെ ഓർത്തു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതുപോലെ ഐക്യമത്യം എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇല്ല, നമുക്കറിയാലോ. ഐകമത്യമാണ് ശരിയായ പ്രയോഗം. യൂണിറ്റി ഈ സ്ട്രെങ്ത്, ഐകമത്യം മഹാബലം. അതുപോലെ വിമ്മിഷ്ടം എന്നൊരു വാക്ക് അല്ലെ, പറയുമ്പോ ചിലപ്പോ വിമ്മിഷ്ടം എന്ന് നമ്മൾ പറയാറുണ്ട്, അത് തെറ്റാണ്. നമുക്കറിയാം അത് ശരിയായിട്ട് എഴുതാൻ. എന്താണ്? വിമ്മിട്ടമാണ് ശരിയായ പ്രയോഗം. അതുപോലെ സാമ്രാജ്യം എന്ന് എഴുതുമ്പോ സായിക്ക് ദീർഘം വേണം, പക്ഷെ സാമ്രാജ്യത്തിന്റെ അധിപനായ സമ്രാട്ടിന് ദീർഘമില്ല. എന്ത് മതി? സമ്രാട്ട് എന്ന് മതി. ഹാസ്യ സമ്രാട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരാണ് ഹാസ്യ സമ്രാട്ട് എന്നറിയപ്പെടുന്നത്. അതുപോലെ നോക്കിക്കേ, പ്രസ്താവന എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ്? ദാ ഇങ്ങനെയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്, ദാ ഇങ്ങനെയൊക്കെ എഴുതി ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇത് തെറ്റ്, ഇതാണ് ശരിയായ പ്രയോഗം. അതുപോലെ യാദൃച്ഛികം എന്ന് എഴുതുമ്പോ ചായും ഛായുമാണ് വേണ്ടത്. പലയിടത്തും എഴുതി കാണാറുള്ളത് ദാ ഇങ്ങനെയാണ്, യാദൃശ്ചികം. ഷായും ചായും കൂടി അല്ല ചേരേണ്ടത്. യാദൃത്ത് അധികം ശിഖമാണ് എന്താകുന്നത്? യാദൃച്ഛികം ആകുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോ വലം വയ്ക്കുക എന്ന് പറയാറുണ്ട് അല്ലെ? അതിന് പറയുന്ന മറ്റൊരു പേര് പ്രദക്ഷിണം എന്നാണ് കേട്ടോ. പ്രദക്ഷിണമല്ല, പ്രദക്ഷിണം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതുപോലെ പ്രവൃത്തി എന്ന് എഴുതുമ്പോ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ പ്രവർത്തിക്കുക എന്ന് എഴുതുമ്പോ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അതുപോലെ അതാത് എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇല്ല, അതത് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതുപോലെ അധപ്പതനം എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ കേട്ടോ. അധപ്പതനം എന്ന് ഇങ്ങനെയല്ല എഴുതേണ്ടത്, നാ തിരിച്ചിട്ടുള്ള ധാ എഴുതണം, പിന്നെയോ വിസർഗ ചിഹ്നവും കൂടി വേണം കേട്ടോ. ഇവിടെ പ്രവൃത്തി എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്, പ്രവർത്തിക്കുക എന്ന് എഴുതിയിരിക്കുന്നതും ശരിയാണ്. പിന്നെ അനന്തിരവൻ എന്നുള്ളത് തെറ്റാണ്, അനന്തരവനാണ് ശരിയായ പ്രയോഗം. അതുപോലെ അനുഗ്രഹം നേടിയവൻ അനുഗ്രഹീതനല്ല, അനുഗൃഹീതനാണ്. പക്ഷെ അനുഗ്രഹം എന്ന് എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതണം? ദാ ഇങ്ങനെ എഴുതണം കേട്ടോ. അനുഗ്രഹം നേടിയവൻ ആരാണ്? അനുഗൃഹീതനാണ്. അതുപോലെ അപേക്ഷ തീയേതി പലയിടത്തും കാണാറുള്ള ഒരു തെറ്റായ പ്രയോഗമാണ് അപേക്ഷ തീയതി, അതാണ് ശരിയായ പ്രയോഗം. അവിടെ ക്ഷായ്ക്ക് ശേഷം ദീർഘം വേണ്ട, യായ്ക്കും ദീർഘ ഇല്ല കേട്ടോ. അപേക്ഷ തീയതി, അതാണ് ശരിയായ പ്രയോഗം. പതുക്കെ സാവധാനവും ശ്രദ്ധയോടും ചെയ്യുന്ന പ്രവൃത്തിയെയാണ് അവധാനം എന്ന് പറയുന്നത്. അവധാനത എന്നൊരു പ്രയോഗം ഇല്ല, അവധാനമാണ് ശരി. അതുപോലെ ദൈന്യത എന്നൊരു പ്രയോഗം ഇല്ല കേട്ടോ. ദീനമായ അവസ്ഥ, അതിനെന്ത് മതി?
ദീനം എന്ന് മതി, അല്ലെങ്കിൽ ദൈന്യം എന്ന് മതി. ദൈന്യം അല്ലെ, ദീനമായ അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? ദൈന്യം എന്ന് വിളിക്കുന്നത്. ദൈന്യത എന്നൊരു വാക്ക് ഇല്ല. അതുപോലെ ഓരോന്ന് വീതം എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. ഒന്നുകിൽ ഒന്ന് വീതം, അല്ലെങ്കിൽ ഓരോന്ന്. ഇത് രണ്ടും ശരിയാണ്. അതുപോലെ തന്നെയാണ് ഓരോ പുസ്തകങ്ങളും എന്ന് പറയരുത്. ഒന്നുകിൽ ഓരോ പുസ്തകവും, അല്ലെങ്കിലോ എല്ലാ പുസ്തകങ്ങളും എന്ന് വേണം പറയാനായിട്ട്. ക്ലാസ്സിൽ ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനമേത്? മിടുക്കർ, ശൂദ്രർ, പുരുഷന്മാർ, അധ്യാപകർ. ഇതിൽ സലിംഗ ബഹുവചനം ഏതാണ്? പുരുഷന്മാരാണ് ശരിയായ ഉത്തരം. മിടുക്കർ എന്നുള്ളതും ശൂദ്രർ എന്നുള്ളതും അധ്യാപകർ എന്നുള്ളതും എന്തിനുദാഹരണമാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. എന്താണ് അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനത്തെയാണ് എന്ത് വിളിക്കുന്നത്? സലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത്. വിദ്വാൻ എന്നുള്ളത് പുല്ലിംഗ ഏകവചനമാണ്. അതിന്റെ ബഹുവചനമാണ് വിദ്വാൻമാർ എന്നുള്ളത്. അതുപോലെ കൂട്ടുകാരി എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അതിന്റെ ബഹുവചനമാണ് കൂട്ടുകാരികൾ, അല്ലെ, മിടുക്കികൾ. ഇതൊക്കെ കൂട്ടുകാരികളും മിടുക്കികളും സ്ത്രീലിംഗത്തിന്റെ ബഹുവചനമാണ്. അതും എന്ത് തന്നെയാണ്? സലിംഗ ബഹുവചനമാണ്. അധ്യാപകന്മാർ എന്ന് പറയുന്നത് പുല്ലിംഗ പദത്തിന്റെ ബഹുവചനമാണ്, സലിംഗ ബഹുവചനമാണ്. അധ്യാപികമാർ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിന്റെ ബഹുവചനമാണ്, സലിംഗ ബഹുവചനമാണ്. അതുപോലെ തന്നെ നപുംസകത്തിന്റെ ബഹുവചനവും എന്ത് തന്നെയാണ്? സലിംഗ ബഹുവചനമാണ്. പുഴകൾ, തേങ്ങകൾ എന്നൊക്കെ പറയുന്നത് നപുംസകത്തിന്റെ ബഹുവചനമാണ്. വ്യാകരണത്തിൽ അതിനെയും സലിംഗ ബഹുവചനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ അലിംഗ ബഹുവചനം എന്താ? സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസമില്ലാതെ രണ്ട് വിഭാഗക്കാരെയും കൂടി ചേർത്ത് പ്രയോഗിച്ചാൽ അതെന്താണ്? അലിംഗ ബഹുവചനമാണ്. തടിയർ, മിടുക്കർ എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ തടിയർ എന്ന് പറയുന്നത്? അവിടെ തടിയനും തടിച്ചിയുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മടിയർ എന്ന് പറയുന്നിടത്ത് മടിയനും മടിച്ചിയുമുണ്ട്. തൊഴിലാളികൾ എന്ന് പറയുന്നിടത്ത്, ജനങ്ങൾ എന്ന് പറയുന്നിടത്ത്, പ്രജകൾ എന്ന് പറയുന്നിടത്ത്, പണക്കാർ എന്ന് പറയുന്നിടത്ത്, ഇവിടെയൊക്കെ രണ്ട് വിഭാഗക്കാരും ഉണ്ടാകാം. അപ്പോ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസമില്ലാതെ രണ്ടുപേരെയും ചേർത്ത് പ്രയോഗിക്കുന്ന വാക്കുകളെയാണ് അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത്. എന്താണ് പൂജക ബഹുവചനം? ഏകവചനത്തോടൊപ്പം, അല്ലെ, ഏകവചനത്തോടൊപ്പം ആദര സൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർത്താൽ, അർ കൾ പ്രത്യയങ്ങൾ ചേർത്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൂജക ബഹുവചനം എന്ന് വിളിക്കുന്നത്. വൈദ്യർ, ഭാഗവതർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, സ്വാമികൾ, ജ്യോത്സ്യർ, പത്രാധിപർ, അവറുകൾ, ന്യായാധിപർ, വാദ്യാർ, ആചാര്യർ, തിരുവടികൾ, ശാസ്ത്രികൾ, പണിക്കർ, മാരാർ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. വ്യക്തി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പൂജക ബഹുവചനം എന്താണ്? ഏകവചനമാണ്. പക്ഷെ അതിന്റെ ഒടുവിൽ ബഹുവചന പ്രത്യയം ചേർക്കുന്നത് കൊണ്ടാണ് ബഹുവചനത്തിന്റെ ഉൾപ്പിരിവിൽ പെടുത്തി പൂജക ബഹുവചനത്തെ ചിന്തിക്കുന്നത്. അടുത്ത ചോദ്യം എത്രയാവർത്തി നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെ? ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വേഗത്തിൽ പറയുക, ചുരുക്കി പറയുക, വിശദീകരിച്ചു പറയുക, സാവധാനം പറയുക. ഏതാ ശരിയായ ഉത്തരം? ചുരുക്കി പറയലാണ്. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ചില ശൈലികൾ നോക്കിക്കേ. കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ കാലം തെറ്റി പ്രവർത്തിക്കലാണ്. കരതലാമലകം എന്ന് പറഞ്ഞാലോ വളരെ വ്യക്തവും സ്പഷ്ടവുമായതിനെയാണ്. കരണി പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ്? കരുണി എന്ന് പറഞ്ഞാല് ആനയാണ്, അല്ലെ? കരുണി എന്ന് പറഞ്ഞാൽ ആനയാണ്. ആന പ്രസവിക്കുന്നത് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ അപൂർവമായ ഇൻസിഡന്റ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് തുല്യമായിട്ടാണ് കരുണി പ്രസവം എന്ന് പറയുന്നത്. വളരെ അപൂർവമായ സംഭവം എന്നാണ് ശൈലികൾക്കർത്ഥം. അതുപോലെ ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ധൂർത്തടിച്ച് നശിക്കുക എന്നാണ് കേട്ടോ. ധൂർത്തടിച്ച് നശിക്കുക. ധനാശി പാടുക, കഥകളിയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഉണ്ടായ ശൈലി. ധനാശി പാടുക, അവസാനിപ്പിക്കുക എന്നാണ്. സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാൽ ലംഘിക്കാനാകാത്ത ആജ്ഞയെയാണ് സുഗ്രീവാജ്ഞ എന്ന് പറയുന്നത്.
ശതകം ചൊല്ലിക്കുക എന്ന് പറയുന്നത്. ഈ ശതകം ചൊല്ലിക്കലും ശ്ലോകത്തിൽ കഴിക്കലും ഇത് രണ്ടും തമ്മിൽ പലർക്കും മാറിപ്പോകാറുണ്ട്. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുകയാണ്, ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയലാണ്. അടുത്ത ചോദ്യം ഇതാണ്, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിഞ്ഞാണവും വർണ്ണവും, പിഞ്ഞാണത്തിന്റെ വർണ്ണം, പിഞ്ഞാണം പോലുള്ള വർണ്ണം, പിഞ്ഞാണത്തിലെ വർണ്ണം. ഏതാ ശരി? പിഞ്ഞാണത്തിന്റെ വർണ്ണം കേട്ടോ. പിഞ്ഞാണ വർണ്ണം പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ് ശരിയായ വിഗ്രഹിക്കൽ. നോക്കിക്കേ, ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കർഷക ഗൃഹം, കർഷകന്റെ ഗൃഹം. അഞ്ചാറ്, അഞ്ചോ ആറോ. കരുണാർദ്രം, കരുണയാൽ ആർദ്രം. സ്ഥിരതാമസം, സ്ഥിരമായ താമസം. ചരാചരങ്ങൾ, ചരവും അചരവും. കല്യാണവേഷം, കല്യാണത്തിനുള്ള വേഷം. മഴബന്ധു, മഴയാകുന്ന ബന്ധു. ലോകബന്ധു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ബന്ധു എന്നാണ് വിഗ്രഹിക്കുന്നത് കേട്ടോ. അതപ്പോ എന്തായി മാറും? അത് സൂര്യന്റെ പര്യായമാണ്. ആനന്ദക്കടൽ, ആനന്ദത്തിന്റെ കടൽ. സ്നേഹപ്പൊരുൾ, സ്നേഹത്തിന്റെ പൊരുൾ. വേഷഭൂഷാദികൾ, വേഷം ഭൂഷ ആദിയായവ. മിഥ്യാശില്പം, മിഥ്യയാകുന്ന ശില്പം. കാലഗതി, കാലത്തിന്റെ ഗതി. അപ്പൊ ഇങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്. വിഗ്രഹിക്കലുമായി ബന്ധപ്പെട്ട് ഘടകപദങ്ങളാക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദങ്ങൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് തെറ്റിക്കില്ല എന്ന വിശ്വാസത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇഡിയംസ് ആൻഡ് ഫ്രൈസസ്. നമുക്കറിയാം അതിൽ ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, പലയാവർത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിരുന്നു. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അണയ്ക്കുക, അത്ഭുതപ്പെടുക, തുറക്കുക, ചലനമറ്റ് പോകുക. എന്താണ് പുട്ട് ഔട്ട്? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിംഗ്വിഷ് ആണ്. ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും, നമ്മുടെ രഞ്ജിത്ത് സാറും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാകും. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിംഗ്വിഷ് അഥവാ അണയ്ക്കുക എന്നാണ് പ്രയോഗത്തിനർത്ഥം. അതുപോലെ നോക്കിക്കേ, പുട്ട് ഓഫ്, നീട്ടിവെക്കലാണ് കേട്ടോ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക അല്ലെങ്കിൽ ടു ക്യാൻസൽ എന്നും പുട്ട് ഓഫിന് അർത്ഥമുണ്ട്. ഐ പുട്ട് ഓൺ മൈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പുട്ട് ഓൺ ധരിക്കലാണ്, ധരിക്കുക എന്ന അർത്ഥം വരുന്ന പ്രയോഗമാണ് പുട്ട് ഓൺ. അതുപോലെ കുറച്ച് ഫ്രൈസൽ വെർബ് കൂടെ നോക്കിക്കേ. പുട്ട് ഇൻടു എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശ്രമിക്കുക എന്നാണ് കേട്ടോ, പരിശ്രമിക്കുക. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സേവ് ആണ് കേട്ടോ, സൂക്ഷിച്ചു വെക്കുക എന്നുള്ള അർത്ഥത്തില്. പുട്ട് എവേ എന്ന് പറഞ്ഞാലോ എടുത്തുകൊണ്ട് പോകുക എന്നുള്ള അർത്ഥത്തിലാണ്. പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാല് യഥാസ്ഥാനത്ത് വയ്ക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഫ്രൈസൽ വെർബാണ്. പിന്നെ പുട്ട് ബൈ എന്ന് പറഞ്ഞാലോ ഉണക്കിയോ അല്ലെങ്കിൽ തണുപ്പിച്ചോ ആഹാരം സൂക്ഷിക്കുന്നതിനെയാണ് പുട്ട് ബൈ എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്നതിനെയാണ്, ടു പേ ആണ് പുട്ട് ഡൗൺ. പുട്ടിൻ എന്ന് പറഞ്ഞാലോ എന്തിന്റെങ്കിലും ഉള്ളിൽ വെക്കുന്നതിനെയാണ് അല്ലെ, പ്ലേസ് ഇൻസൈഡിനെയാണ് പുട്ടിൻ എന്ന് പറയുന്നത്. പുട്ടപ്പ് എന്ന് പറഞ്ഞാലോ ഉയർന്ന സ്ഥലത്ത് വെക്കുന്നതിനെയാണ് പുട്ടപ്പ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ. എത്രയാവർത്തി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദ്രോണരാണോ, അശ്വത്ഥാമാവാണോ, ദുര്യോധനനാണോ, കർണനാണോ? ആരാണ് ദ്രൗണി? അശ്വത്ഥാമാവാണ് അല്ലെ. ദ്രോണരുടെ പുത്രൻ, അതിന്റെ ഒറ്റപ്പദമാണ് ദ്രൗണി. അത് ആരുടെ പേരാണ്? അശ്വത്ഥാമാവിന്റെ പര്യായമാണ് എന്ന് ക്ലാസ്സിൽ പലയാവർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പുരാണ കഥാപാത്രങ്ങളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സുമിത്രയുടെ പുത്രൻ, ഒറ്റപ്പദം സൗമിത്രയാണ്, അത് ലക്ഷ്മണന്റെ പര്യായമാണ്. ദ്രോണരുടെ പുത്രൻ ദ്രൗണി അശ്വത്ഥാമാവിന്റെ പര്യായമാണ്. ദ്രുപദന്റെ പുത്രിയാണ് ആര്? ദ്രൗപദി, അല്ലെങ്കിൽ പാഞ്ചാല ദേശത്തെ രാജകുമാരിയായ പാഞ്ചാലി. വീരസേനന്റെ പുത്രനാണ് വൈരസേനി അല്ലെ. നളചരിതമാട്ടക്കഥയിലെ കേന്ദ്ര കഥാപാത്രമായ നളമഹാരാജാവിന്റെ മറ്റൊരു പേരാണ് വൈരസേനി. അതുപോലെ ഭീമന്റെ പുത്രിയാണ് ഭൈമി. നളചരിതമാട്ടക്കഥയിലെ തന്നെ നായികയായ ദമയന്തി, ദമയന്തി ഭീമരാജാവിന്റെ മകളാണ്. നമ്മുടെ പഞ്ചപാണ്ഡവരിലെ ഭീമനല്ല കേട്ടോ, മറ്റൊരു ഭീമൻ. അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാണ് ഭൈമി എന്ന് വിളിക്കുന്നത്. ആരെ? ദമയന്തിയെ. അതുപോലെ
ഭഗീരഥനെ സംബന്ധിച്ചവൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് ഭാഗീരഥി. അത് ഗംഗയുടെ പര്യായമാണ്. നമുക്കറിയാം ഭഗീരഥൻ എന്ന രാജാവ് തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് സ്വർഗലോകത്തു മാത്രം വിഹരിച്ചിരുന്ന ഗംഗാനദി ആ ഭൂമിയിലേക്ക് ഒഴുകിയത്. അതുകൊണ്ടാണ് ഭാഗീരഥി എന്നുള്ളത് ഗംഗയുടെ പര്യായമായത്. അതുപോലെ നോക്കിക്കേ, ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ പോലും ഇല്ലെങ്കിലും അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നവർ അതിന്റെ ഉത്തരം എഴുതും. ഏതാ? ചിത് അധികം മുദ്രയാണ് ചിന്മുദ്ര. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാ? രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ഏതെങ്കിലും ഒരു അനുനാസിക വർണ്ണം വന്നാൽ, ങഞണ നമ അല്ലെ, ഇതിൽ ഏതെങ്കിലും ഒരു അനുനാസിക വർണ്ണം വന്നാൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണവും അനുനാസികമായി തീരും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ അക്ഷരം ന എന്ന അനുനാസികമാകുന്നത്. അപ്പൊ ചിത് അധികം മുദ്ര എന്താണ്? ചിന്മുദ്രയാണ് കേട്ടോ. ഇത്തരത്തിൽ ഒരുപാട് വാക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, വാങ്മയം എന്ന വാക്ക്, വാക്ക് അധികം മയം ചേർത്തെഴുതുമ്പോ എന്തായി? വാങ്മയമായി. ഉത്തരപദത്തിന്റെ ആദിയിൽ വരുന്ന മ അല്ലെ, പൂർവപദത്തിന്റെ ഒടുവിലുള്ള കായെ കൂടി എന്താക്കി മാറ്റും? കായുടെ അനുനാസികമായ ങായാക്കി മാറ്റും. അതുപോലെ ആപത്ത് അധികം നാശം അല്ലെ, ചേർത്തെഴുതുമ്പോ ആപൻ നാശം എന്നാണ് ആകുന്നത്. ഉത്തരപദത്തിന്റെ തുടക്കത്തിലുള്ള ന എന്ന വർണ്ണം പൂർവപദത്തിന്റെ ഒടുവിലുള്ള തായെ കൂടി ആരാക്കി മാറ്റി? ന എന്ന അനുനാസികമാക്കി മാറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് അനുനാസിക വർണ്ണം അല്ല വരുന്നതെങ്കിൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം എന്തേ ആകുള്ളൂ? മൃദുവേ ആകുള്ളൂ. നോക്കിക്കേ, ഇവിടെ വാഗർത്ഥങ്ങൾ, വാഗ്ദാനം, വാഗ്വാദം തുടങ്ങിയ വാക്കുകളിൽ എന്തുകൊണ്ട് ങ എന്ന വർണ്ണം വന്നില്ല? ഇവിടെ വാഗർത്ഥങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാ? ആയാണ്. അത് സ്വരാക്ഷരമാണ്, അനുനാസികമല്ല. വാഗ്ദാനം എന്ന് പറയുന്നിടത്ത് ദ എന്ന മൃദുവാണ്. വാഗ്വാദം എന്ന് പറയുന്നിടത്ത് വ എന്ന മധ്യമമാണ്, അനുനാസികമല്ലാത്തത് കൊണ്ട് ഉത്തരപദത്തിന്റെ ആദിയിലുള്ള വർണ്ണം എന്തായാൽ മതി? എന്തായാൽ മതി? മൃദുവായാൽ മതി. പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം മൃദുവായാൽ മതി, അനുനാസികമാകേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അനുനാസിക വർണ്ണം വന്നാൽ മാത്രമാണ് പൂർവപദത്തിന്റെ ഒടുവിലുള്ള വർണ്ണം എന്തായി തീരൂ? അനുനാസികമായി തീരുന്നു. നോക്കിക്കേ, ഹൃത് അധികം രോഗം ഹൃദ്രോഗം. കണ്ടോ, ഇവിടെ രാ എന്ന മധ്യമമല്ലേ വന്നത്? അപ്പൊ താ എന്തായാൽ മതി? ദാ എന്ന മൃദുവായാൽ മതി. ത്വക്ക് അധികം രോഗം ത്വഗ്രോഗമായാൽ മതി. കാരണം എന്താ? പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം ഇവിടെ എത്തുമ്പോ മൃദുവായാൽ മതി. കാരണം രാ എന്ന മധ്യമമാണ് നിൽക്കുന്നത്. എന്നാൽ ത്വക്ക് അധികം മാംസം എന്നാണ് വന്നിരുന്നതെങ്കിലോ എന്തായി മാറും? ത്വങ് മാംസം എന്നായി മാറും. കണ്ടോ, പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം ഇവിടെ എന്തായി മാറി? അനുനാസികമായിട്ട് മാറി. എന്തുകൊണ്ടാ? ഉത്തരപദത്തിന്റെ ആദിയിലുള്ള വർണ്ണം മാ എന്ന അനുനാസികം വന്നതുകൊണ്ട്. നിയമം പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അല്ലെ, ഓപ്ഷൻ പോലും ഇല്ലാതെ നമ്മൾ ഉത്തരം പറയും. AR രാജരാജവർമ്മയാണ്. ഓപ്ഷനിലെ AR രാജരാജവർമ്മ, രാജ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, ആറ്റൂർ രവിവർമ്മ എന്നിവരാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓപ്ഷൻ പോലും ഇല്ല, നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. AR രാജരാജവർമ്മയാണ് ശരിയായ ഉത്തരം. നോക്കിക്കേ, ഇത്തരത്തിൽ കേരള ചേർത്ത് നമ്മുടെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില തൂലികാനാമം അല്ല കേട്ടോ, അപരനാമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ വള്ളത്തോൾ നാരായണ മേനോൻ അറിയപ്പെടുന്നത് കേരള വാൽമീകി എന്നാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ്. അതുപോലെ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് K ദാമോദരനാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. രാമചരിതം രചിച്ച ചീരാമകവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. അതുപോലെ ജ്ഞാനപ്പാന രചിച്ച പൂന്താനം അറിയപ്പെടുന്നത് കേരള സൂർദാസ് എന്നാണ്. മറ്റൊരു ചോദ്യം അല്ലെ, 100ാമത്തെ ചോദ്യം, ഏറ്റവും ഒടുവിലെ ചോദ്യം, മലയാളവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ പരീക്ഷയിലെയും അവസാനത്തെ ചോദ്യം ഇതായിരുന്നു.
താഴെ കൊടുത്തവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? വിശ്വസ്തൻ, വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ. ഈ കൊടുത്തിരിക്കുന്ന വാക്കിൽ ഒന്നും തന്നെ തെറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ ചോദ്യം ക്യാൻസൽ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കാം, വിശ്വസ്തൻ എന്ന് എഴുതേണ്ടത് ഇങ്ങനെയല്ലല്ലോ, ദാ ഇങ്ങനെയല്ലേ എഴുതേണ്ടത് എന്നൊരു സംശയം ഇത് കേട്ടിരിക്കുന്നവരിലൊക്കെ ഉണ്ടാകാം. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇത് തെറ്റല്ല എന്ന് പറയാൻ കാരണം, ഓപ്ഷൻ എ തെറ്റല്ല എന്ന് പറയാൻ കാരണം, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാ വിശ്വസ്തൻ എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഓപ്ഷൻ എയിൽ വിശ്വസ്തൻ എന്ന് കൊടുത്തിരിക്കുന്നു. ഈ വാക്കിനൊരു അർത്ഥമുണ്ട്. വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ദാ ഓപ്ഷൻ എ പ്രയോഗം നടത്തുന്നത്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രണ്ട് വാക്കും അല്ലെ അർത്ഥമുള്ള വാക്കുകളാണ്, അക്ഷരത്തെറ്റില്ലാത്ത വാക്കുകളാണ്. അപ്പോ അവർ ഉദ്ദേശിച്ചത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെ? നമുക്ക് വേണ്ടത് മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ് എന്ന് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. നമുക്കറിയാം, അധികവും ഉപയോഗിക്കുന്ന പദം വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് അധികമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ശരിയായ പദം എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഓപ്ഷൻ എയില് ഇങ്ങനെ ഒന്ന് കൊടുത്തത്. വിശിഷ്ടൻ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്, ശ്രേഷ്ഠൻ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്, പ്രേഷ്ഠൻ എന്ന് എഴുതിയിരിക്കുന്നതും ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ 4 വാക്കുകളിലും തെറ്റില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നോക്കാം. വിശ്വസ്തൻ, കണ്ടോ? വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, വിശ്വസിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് വിശ്വസ്തൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. എന്താണ് പ്രേഷ്ഠൻ എന്ന വാക്കിന്റെ അർത്ഥം? വളരെ പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രേഷ്ഠൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് ഭർത്താവോ കാമുകനോ ആകാം, സുഹൃത്തോ ആരും ആകാം, നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നേരത്തെ സൂചിപ്പിച്ചതാണ്, അനുഗ്രഹം എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതണം? ദാ ഇങ്ങനെ എഴുതണം. പക്ഷെ അനുഗ്രഹം നേടിയവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം നോക്കിക്കേ, അനുഗ്രഹീതനല്ല കേട്ടോ. അനുഗ്രഹീതൻ തെറ്റ്, അനുഗൃഹീതനാണ് ശരിയായ പ്രയോഗം. അതുപോലെ അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ ചട്ടക്കൂടാണ്, അല്ലെ? അതിന് അസ്ഥി എല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അസ്ഥിവാരം എന്ന് എഴുതുമ്പോ എന്ത് മതി? താ മതി കേട്ടോ. അതുപോലെ അസ്ഥിമാടം അല്ലെ എന്നൊക്കെ എഴുതുമ്പോഴാണ് എല്ല് എന്നർത്ഥം വരുന്ന, അല്ലെ? ഇങ്ങനെ നമ്മൾ എഴുതുന്നത് കേട്ടോ, അസ്ഥിമാടം. ആസ്വാദ്യകരം എന്നൊരു പ്രയോഗം ഇല്ല മലയാളത്തില്. പിന്നെ എന്ത് മതി? ആസ്വാദ്യം. ആസ്വദിക്കാനാകുന്നത് ആസ്വാദ്യമാണ്. അതുപോലെ ഐക്യകണ്ഠേന എന്ന പ്രയോഗം തെറ്റാണ്, ഐകകണ്ഠ്യേനയാണ് ശരി. അല്ലെങ്കിലോ ഏകകണ്ഠമായി എന്ന് പ്രയോഗിക്കുന്നതാണ് ശരിയായ, അല്ലെ? വൈകല്യമില്ലാത്ത പ്രയോഗം ഏകകണ്ഠമായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഐകകണ്ഠ്യേന. ഐകകണ്ഠ്യേനയാണ് പരീക്ഷയ്ക്ക് അധികവും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ യാദൃച്ഛികം എന്ന് എഴുതാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചായും ചായും അല്ല ചേരേണ്ടത്, പിന്നെയോ ചായും ചായുമാണ് ചേരേണ്ടത്. അപ്പോ പരീക്ഷയ്ക്ക് പലപ്പോഴായി പഠിച്ചിട്ടുള്ള വാക്കുകൾ നമ്മളിപ്പോ ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ തിരുവനന്തപുരത്തെ LDC പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായം പറയണം. മലയാളം ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇങ്ങനെ മറ്റൊരു ജില്ലയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് എങ്കിൽ, നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിലെ ചോദ്യങ്ങൾ? ഈ പറയുന്ന 10-15ഓളം ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചു എന്ന് പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളായിരുന്നു ഈ പരീക്ഷ എഴുതിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്നും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എൻട്രിയിലെ മലയാളം ക്ലാസ്സുകൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഉത്തരം എഴുതാൻ സാധിക്കുന്ന രീതിയിലേക്ക് മലയാളം എളുപ്പമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ അഭിമാനമാണുള്ളത്. അതിൽ നിങ്ങളുടെ അംഗീകാരത്തിന്റെ മുദ്ര കൂടി ചാർത്തുമ്പോൾ അത് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിന് കൂടി കാരണമായി തീരും. അപ്പൊ ഇനി പരീക്ഷ എഴുതാനുള്ളവർക്ക് ഏറ്റവും നല്ല വിജയമായിരിക്കട്ടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.